എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിനി അടുത്ത് വരാൻ പോകുന്നത് ഫയർമാൻ എക്സാം ആണല്ലേ. ഇപ്പം ധാരാളം ചോദ്യങ്ങളുണ്ട്, ധാരാളം ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ പരീക്ഷയ്ക്ക് മുമ്പും പറയുന്നതാണ്, എക്സാം അടുക്കാറാകുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് സിലബസ് ഫുള്ള് കവർ ചെയ്യുക എന്നതല്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ മോക്ക് എക്സാമുകൾ ധാരാളമായിട്ട് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് നോക്കുക. പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നിലവിൽ എന്തൊക്കെയാണോ പഠിച്ചിട്ടുള്ളത് അത്രയും കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് ഷോർട്ട് നോട്ട് എഴുതി തന്നെ പഠിച്ചു പോവുക എന്നുള്ളത് കേട്ടോ. എഴുതി തന്നെ പഠിച്ചു പോവുക. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. പ്രധാനപ്പെട്ടത് എന്ന് തോന്നിയ കുറേ ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ചോദ്യങ്ങളുടെ ക്ലാസ് ആണ് ഇന്നുള്ളത്. വീണ്ടും പിന്നീടുള്ള ദിവസങ്ങളിൽ പാർട്ട് 1, പാർട്ട് 2 ആയിട്ടൊക്കെ ക്ലാസ്സുകൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ചോദ്യം ശ്രദ്ധിക്കാം. മൗസിൻ റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ് എന്നുള്ളതാണ്. സ്ഥലം ശ്രദ്ധിക്കണം. ആദ്യം മൗസിൻ റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ് എന്നുള്ളതാണ്. അപ്പം ഓപ്ഷൻസ് ശ്രദ്ധിച്ചേ. ഓപ്ഷൻ എ എന്താണ്? വടക്കു കിഴക്കൻ മൺസൂൺ മഴ നന്നായി ലഭിക്കുന്നത് കൊണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. അത് ശരിയാണോ? വടക്ക് കിഴക്കൻ മൺസൂൺ ലഭിക്കുന്നത് എവിടെയാണ്? അത് തെക്കേ ഇന്ത്യയിലാണ് അല്ലെ. തെക്കേ ഇന്ത്യയിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ ലഭിക്കുന്നത്. ഈ മൗൺസിൻ റാമിൽ എങ്ങനെയാണ് മഴ ലഭിക്കുന്നത്? അത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് അല്ലെ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. അപ്പം ഇവിടെ എന്താണ്? ഇത് വടക്കു കിഴക്കൻ മൺസൂൺ മഴ നന്നായി ലഭിക്കുന്നത് എവിടെയാണ്? തെക്കേ ഇന്ത്യയിലാണ് അല്ലെ. തെക്കേ ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ വടക്കു കിഴക്കൻ മൺസൂൺ അല്ല, പകരം എന്താണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് എവിടെ? മൗൺസിൻ റാമിൽ ലഭിക്കുന്നത്. മൗൺസിൻ റാമിലെ മൺസൂൺ ഏതാണ്? അത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് കേട്ടോ. തെക്കു പടിഞ്ഞാറൻ. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? തെറ്റാണ് അല്ലെ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം വടക്കു കിഴക്കൻ മഴ ലഭിക്കുന്നത് എവിടെയാണ്? അത് തെക്കേ ഇന്ത്യയിലാണ്. അവിടെ എന്താണ്? മൗൺസിൻ റാമിലോ? അവിടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. അപ്പം ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. അപ്പോ നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കാം. നോക്കിയേ. ബംഗാൾ ഉൾക്കടലിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ചക്രവാത ചുഴി. ഈ ചുഴലിക്കാറ്റുകൾ എന്താണ്? തീരപ്രദേശത്തേക്ക് മഴ ലഭിക്കുന്നതിനുള്ള കാരണമാകാറുണ്ട്. പക്ഷേ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? മൗൺസി റാമിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണല്ലേ. ഇവിടെ എന്താണ്? ചുഴലിക്കാറ്റുകളല്ല, ചക്രവാത ചുഴികളല്ല മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നത്. പകരം എന്താണ്? കുന്നുകളും അതുപോലെ തന്നെ എന്താണ്? ഭൂമിയുടെ ഘടനയുമാണ് കേട്ടോ. കുന്നുകളും അതുപോലെ തന്നെ ഭൂമിയുടെ ഘടനയുമാണ് എന്തിന് കാരണമാകുന്നത്? കുന്നുകളും അതുപോലെ തന്നെ ഭൂമിയുടെ ഘടനയും. കുന്നുകളും ഭൂമിയുടെ ഘടനയും എന്തിന് കാരണമാകുന്നു? മഴയ്ക്ക് വാർഷിക മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നുണ്ട്, അല്ലെങ്കിൽ കനത്ത മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പം എന്താണ് രണ്ടാമത്തെ ഓപ്ഷൻ ബി തെറ്റാണ് അല്ലേ. ഇനി അടുത്തത് ഖാസി കുന്നുകളുടെ സാന്നിധ്യം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ചക്രവാത ചുഴലിക്കാറ്റുകള് തീരപ്രദേശത്തെ മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും പകരം എന്താണ്? മൗൺസി റാമിൽ എന്താണ് കാരണമാകുന്നത്? കുന്നുകളും അതുപോലെ തന്നെ അവിടുത്തെ ഭൂപ്രകൃതിയുമാണ് അതിന് കാരണമാകുന്നതെന്ന് പറഞ്ഞു. അതിലൊരു കാരണമാണ്, ആ ഒരു കാരണം നമുക്ക് കിട്ടിയില്ലേ, ഖാസി കുന്നുകളുടെ സാന്നിധ്യം. അപ്പോ എന്താണ്? ഓപ്ഷൻ സി ശരിയായിട്ടുള്ളതാണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡിയും കൂടെ നോക്കാം. മിതോഷ്ണ മേഖലാ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? തെറ്റാണ് അല്ലേ. കാരണം മൗൺസി റാം സ്ഥിതി ചെയ്യുന്നത് ഉഷ്ണമേഖലാ പ്രദേശത്താണ് അല്ലെ. മിതോഷ്ണ മേഖലയിലാണോ? അല്ല. അപ്പം ഇവിടെ എന്താണ്? കാലാവസ്ഥ എന്തിന് കാരണമാകുന്നില്ല? മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നില്ല. പകരം എന്താണ്? ഖാസി കുന്നുകളുടെ സാന്നിധ്യമാണ് എന്തിന് കാരണമാകുന്നത്? മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നത്. അപ്പൊ അത്രയും കിട്ടിയില്ലേ? അത്രയും മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്? മിതോഷ്ണ മേഖലാ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം മൗൺസി റാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉഷ്ണമേഖലാ പ്രദേശത്താണ്.
എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉഷ്ണമേഖലാ പ്രദേശത്താണ്. അപ്പൊ ഓപ്ഷൻസ് എല്ലാം മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒന്ന് നോക്കിയാലോ. ഖാസി കുന്നുകളുടെ സാന്നിധ്യം എന്ന് നമ്മൾ പറഞ്ഞു. ഇത് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മൾ ഓരോ ഓപ്ഷൻസും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ഈ മൗണ്ട് സി റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? ഖാസി കുന്നുകളുടെ സാന്നിധ്യമാണ് അല്ലെ. ഖാസി കുന്നുകളുടെ സാന്നിധ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നോക്കാം, ഖാസി കുന്നുകളുടെ മൗണ്ട് സി റാം സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലെ ഖാസി കുന്നുകളിലാണ്. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വരുന്ന ഈർപ്പമുള്ള മൺസൂൺ കാറ്റുകൾ ഖാസി കുന്നുകളിൽ തടയപ്പെടുന്നു. അപ്പൊ എന്താണ്? ഈ കാറ്റുകൾക്ക് മുകളിലേക്ക് ഉയരേണ്ടി വരുമ്പോൾ തണുക്കുകയും അതുപോലെ തന്നെ എന്ത് സംഭവിക്കുന്നു? സാന്ദ്രീകരിക്കപ്പെട്ട് കനത്ത മഴയായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതിനെ എന്താണ് പറയുന്നത്? ഈ ഒരു പ്രതിഭാസത്തെ എന്താണ് പറയുന്നത്? അത് ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഖാസി കുന്നുകൾ മൗണ്ട് സി റാമിൽ എങ്ങനെയാണ് വാർഷിക മഴ ലഭിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഒന്നുകൂടെ പറയണോ? വേണ്ടല്ലോ, മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങൾ ശരി ഏത് എന്നുള്ളതാണ് കേട്ടോ. ശരി ഏത് എന്നുള്ളതാണ്. ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരിയായിട്ടുള്ളത് ഏത്? അപ്പൊ നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ചില കീവേഡ്സ് കാണും, നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. നമ്മൾ പെട്ടെന്ന് നമ്മുടെ ധൃതിപ്പെട്ടുള്ള വായനയിൽ നമുക്കത് കാണാൻ കഴിയില്ല. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ചിലപ്പം ശരി ഏത് എന്നുള്ളതിന് പകരം നമ്മൾ ചിലപ്പോൾ തെറ്റ് ഏതെന്നുള്ളതൊക്കെ ആയിരിക്കും. നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ നമ്മൾ എന്താണ് അങ്ങനെ തെറ്റ് വരാറുണ്ട്. കാരണം ഞാൻ ലൈവ് എടുത്ത സമയത്ത് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം എന്തായിരുന്നു? ഗുജറാത്തുമായിട്ട് റാൻ ഓഫ് കച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അത് റാൻ ഓഫ് കച്ചും നീലഗിരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. എന്റെ ചോദ്യം ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആൻസർ വന്നത് കൂടുതൽ എന്താണ്, ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ് എന്നുള്ള ആ ഒരു ചോദ്യം അങ്ങനെ വായിച്ചിട്ടാണ് ആളുകൾ അപ്പൊ തന്നെ എന്താണ് ലൈവിൽ ആൻസർ ചെയ്തത്. അപ്പൊ എനിക്ക് മനസ്സിലായി വായന നമ്മളെ കുഴപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ ധൃതിപ്പെട്ടാണ് എപ്പോഴും വായിക്കാറല്ലേ. കാരണം നമുക്ക് പെട്ടെന്ന് നമുക്ക് ആൻസർ മാർക്ക് ചെയ്യണം, ആൻസറിലേക്ക് എത്തണം, നമുക്ക് മാത്സ് നോക്കണം, ഇംഗ്ലീഷ് നോക്കണം, അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകളൊക്കെ നോക്കണം. അപ്പം നമ്മൾ എന്താണ് പെട്ടെന്ന് വായിച്ചങ്ങ് പോകും. അപ്പം എന്താണ് നമുക്ക് തെറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത്തരം വായനകളിലൊക്കെ എന്താണ് കീവേഡ്സ് വരുമ്പോൾ പെട്ടെന്ന് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാവോ, നമുക്ക് ആൻസർ തെറ്റിപ്പോവും. ആൻസറിലേക്ക് വരുമ്പോൾ നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിങ്ങനെ ഒരെണ്ണം ലൈവിൽ കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. അപ്പം ശ്രദ്ധിച്ചു വായിക്കാം. ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരിയായത് ഏതാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻസ് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ തുണി മില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവന ശരിയാണോ എന്ന് നോക്കിക്കേ. ഈ പ്രസ്താവന ശരിയാണ് അല്ലെ. ഈ പ്രസ്താവന ശരിയാണ്. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ തുണി മില്ലുകൾ സ്ഥാപിക്കപ്പെട്ടത് എവിടെയൊക്കെയാണ്? അത് ബോംബെയിലും അഹമ്മദാബാദിലുമാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിച്ചു. അതും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണല്ലേ. അതും ശരിയാണ്. ആ പോയിന്റും ശരിയാണ്. അപ്പം ഒന്നാമത്തെ പോയിന്റും ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിൽ എത്തിച്ചു. അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിൽ എത്തിച്ചു. ഇനി അടുത്തത്, ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാനായിട്ട് കാരണമായി. ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടില് തുണി വ്യവസായം വളരാനായിട്ട് കാരണമായി. അപ്പം 1, 2, 3, 4 ശരിയാണ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1, 2, 3 and 4 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ് അല്ലെ. അപ്പം ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ ഓപ്ഷനെയും കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഓരോ ഓപ്ഷൻ അല്ല, ഓരോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൃത്യമായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കി പോകാം.
ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ലുകൾ എവിടെയൊക്കെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ബോംബെയിലും അതുപോലെ തന്നെ അഹമ്മദാബാദിലുമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക തുണിമില്ലുകളിൽ ഒന്ന് 1854 എവിടെ? ബോംബെയിൽ കവാസി നാനാഭായ് ദാവറിൽ സ്ഥാപിച്ചു. പിന്നീട് അഹമ്മദാബാദും പ്രധാന തുണി വ്യവസായ കേന്ദ്രമായിട്ട് മാറി. എവിടെയാണ്? 1954 ബോംബെയില്. അതുപോലെ തന്നെ അഹമ്മദാബാദിലും എന്താണ്? പ്രധാന തുണി വ്യവസായ കേന്ദ്രമായിട്ട് മാറി. അപ്പം സ്റ്റേറ്റ്മെന്റ് 1ന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടി അല്ലെ? ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. സ്വദേശി പ്രസ്ഥാനം എങ്ങനെയാണ് വ്യവസായത്തെ സ്വാധീനിച്ചതെന്ന് നോക്കിയേ. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. എന്തിന്റെ ആവശ്യം വർദ്ധിപ്പിച്ചു? പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ 1905 ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം 1905 ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും, സ്വദേശി പ്രസ്ഥാനത്തിലൂടെ അവരെന്താണ് ലക്ഷ്യമാക്കുന്നത്? ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാനും അതുപോലെ തന്നെ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് എന്താണ്? പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കാനും ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അപ്പം ഇതായിരുന്നു അല്ല അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്? 1905 ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അതുപോലെ തന്നെ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കാനും ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഇനി അടുത്തത്, ഇത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പരുത്തിയുടെയും അതുപോലെ തന്നെയുള്ള തുണിത്തരങ്ങളുടെയും ആവശ്യം ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ കണ്ടു, ബോംബെയും അഹമ്മദാബാദുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുണി വ്യവസായം ഉള്ളതെന്ന് നമ്മൾ കണ്ടു. ആദ്യത്തെ തുണി വ്യവസായം കണ്ടു. ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ലുകൾ ബോംബെയും അഹമ്മദാബാദുമാണെന്നുള്ളത് കണ്ടു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത്. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. 1905 ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. 1905 ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അതുപോലെ തന്നെ എന്താണ്? തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനം കൂടുതലായിട്ട് ഊന്നൽ നൽകിയിരുന്നത്. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെന്റ് മനസ്സിലായല്ലോ. നമുക്ക് ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിൽ എത്തിച്ചു. മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം അസംസ്കൃത വസ്തുക്കൾ മില്ലുകളിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ തന്നെ ഉൽപ്പാദിപ്പിച്ച തുണിത്തരങ്ങള് വിപണികളിലേക്ക് എത്തിക്കുന്നതിനും സഹായകമായി. അപ്പം അതാണ് എന്താണ്? റെയിൽവേ വികസനം കൊണ്ട് അതാണ് സംജാതമായത്. എന്താണ് റെയിൽവേ വികസനം? എന്തിനെ? വ്യവസായത്തെ കൂടുതൽ പുരോഗതിയിൽ എത്തിച്ചു അല്ലെ? എങ്ങനെയാണ് എത്തിച്ചത്? അതായത് ഈ അസംസ്കൃത വസ്തുക്കൾ മില്ലുകളിലേക്ക് എത്തിക്കുന്നതിന് അതുപോലെ തന്നെ എന്താണ്? ഉൽപ്പന്നങ്ങളൊക്കെ കൂടുതൽ തുണിത്തരങ്ങളൊക്കെ മറ്റിടങ്ങളിലേക്ക് എത്തിക്കുന്നതിന് റെയിൽവേ മാർഗം ഉപയോഗിച്ചു. അതെന്താണ്? ഇത്തരത്തിലുള്ള വ്യവസായങ്ങൾക്ക് കൂടുതൽ പുരോഗതി കൈവരിക്കുന്നതിന് കാരണമായി. അപ്പം 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം എന്തിന് സഹായകമായി? വ്യവസായത്തെ പുരോഗതിയിൽ എത്തിക്കുന്നതിന് സഹായകമായി തീർന്നു. ഇനി അടുത്തത് നോക്കിയേ, ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാനായിട്ട് കാരണമായി. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അല്ലേ? അപ്പൊ എന്താണ്? തമിഴ്നാട്ടിൽ ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തുണിമില്ലുകൾക്ക് കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ലഭ്യമാക്കി. എന്താണ്? തമിഴ്നാട്ടിലെ ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തുണിമില്ലുകൾക്ക് കുറഞ്ഞ ചെലവില് വൈദ്യുതി ലഭ്യമാക്കി. തുണിമില്ലുകൾക്ക് എങ്ങനെയാണ്? കുറഞ്ഞ ചെലവിലാണ് വൈദ്യുതി ലഭ്യമാക്കിയത്. അപ്പം ഇത് തമിഴ്നാട്ടിലെ പ്രത്യേകിച്ച് കോയമ്പത്തൂർ പോലുള്ള പ്രദേശങ്ങളിൽ തുണി വ്യവസായം വലിയ തോതിൽ വളരാനായിട്ട് ഒരു പ്രധാന കാരണമായിട്ട് തീർന്നു. അതായത് വൈദ്യുതിയുടെ ബില്ല് എവിടെ കുറച്ചു? തുണി വ്യവസായ മേഖലകളിലൊക്കെ വൈദ്യുതി ബില്ല് കുറച്ചത് എന്താണ്? വ്യവസായം കൂടുതൽ ഊർജിതമാക്കുന്നതിന് കാരണമായി തീർന്നു. അപ്പം 4 സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു.
ഒന്ന് അഹമ്മദാബാദ്, ബോംബെ ആദ്യത്തെ തുണിമിൽ വ്യവസായം അല്ലെ. അതിനുശേഷം എന്താണ് 1921 റെയിൽവേ വികസനം, പിന്നെ സ്വദേശി പ്രസ്ഥാനം, പിന്നെ ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത. അപ്പം ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചോദ്യം. 4 സ്റ്റേറ്റ്മെന്റും എന്താണ്, കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കി. അടുത്തൊരു ചോദ്യം ശ്രദ്ധിച്ചേ. തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക. കബനി, ഭവാനി, പാമ്പാറ്, ഭവാനി, പാമ്പാർ, കബനി, പാമ്പാറ്, ഭവാനി, കബനി. ഓപ്ഷൻ ഡി, കബനി, പാമ്പാറ്, ഭവാനി. ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് അല്ലെ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? കബനിയുടെ ഏകദേശ നീളം എത്രയാണ്? 56.6 കിലോമീറ്റർ ആണ് അല്ലെ. 56.6 കിലോമീറ്റർ ആണ് കബനി. അങ്ങനെയാണെങ്കിൽ ഭവാനിയോ? ഭവാനി 37.6 കിലോമീറ്റർ ആണ് കേട്ടോ. 37.6 കിലോമീറ്റർ ആണ്. 37.6 കിലോമീറ്റർ. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് അല്ലെ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. നമുക്ക് നോക്കാം കബനി എത്ര കിലോമീറ്റർ ആണ്. കബനി എത്ര കിലോമീറ്റർ ആണ്? 56, ഏകദേശം 56.6 കിലോമീറ്റർ ആണ് അല്ലെ. 56.6 കിലോമീറ്റർ ആണ്. അപ്പൊ ഭവാനിയോ? ഭവാനി എത്രയാണ്? 37.5 കിലോമീറ്റർ നീളമാണ് അല്ലെ. ഏകദേശം 37.5 കിലോമീറ്റർ നീളമാണ് ഭവാനിക്കുള്ളത്. കബനി 56.6 കിലോമീറ്റർ, 37.5 കിലോമീറ്റർ ഭവാനി. ഇനി അടുത്തത് പാമ്പാർ എത്രയാണെന്നൊന്ന് ഓർത്തേ, മനസ്സിൽ ഓർത്തേ. പാമ്പാർ 25 കിലോമീറ്റർ ആണ് അല്ലെ. 25 കിലോമീറ്റർ ആണ് പാമ്പാർ. അപ്പം ഈ ഒരു രീതിയിലാണ് ഇവിടെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം 56.6 കിലോമീറ്റർ, 37.5 കിലോമീറ്റർ, 25 കിലോമീറ്റർ. അപ്പം കബനി, ഭവാനി, പാമ്പാർ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് തണ്ണീർത്തടങ്ങൾ, വെറ്റ്ലാൻഡ്സ്. നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചിരിക്കുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് തണ്ണീർത്തടങ്ങൾ. ശ്രദ്ധിക്കുക, എന്താണ് തണ്ണീർത്തടം, വെറ്റ്ലാൻഡ്സ് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവികമായിട്ടുള്ള ഇടങ്ങളെയാണ് തണ്ണീർത്തടങ്ങൾ അഥവാ വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഭൂമിയുടെ വൃക്കകൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഭൂമിയുടെ വൃക്കകൾ എന്നാണ് തണ്ണീർത്തടങ്ങൾ, വെറ്റ്ലാൻഡ്സ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ റാംസാർ കൺവെൻഷന് കീഴിലുള്ള വെറ്റ്ലാൻഡ് സിറ്റി അക്രഡിറ്റേഷൻ ലഭിക്കാനായിട്ട് ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത കുറച്ച് നഗരങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഇൻഡോറും ഭോപ്പാലും ഉദയ്പൂറുമാണ് കേട്ടോ. ഇൻഡോറ്, ഭോപ്പാല്, ഉദയ്പൂറുമാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് തണ്ണീർത്തടങ്ങളുടെയും അവയിലെ വിഭവങ്ങളുടെയും ശാസ്ത്രീയ സംരക്ഷണത്തിനും അതുപോലെ തന്നെ ഉപയോഗത്തിനുമുള്ള ദേശീയ അന്തർദേശീയ സഹകരണത്തിന് ചട്ടക്കൂട് നൽകുന്ന ഒരു അന്തർ സർക്കാർ ഉടമ്പടിയാണ് റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? തണ്ണീർത്തടങ്ങളുടെയും അവയിലെ വിഭവങ്ങളുടെയും ശാസ്ത്രീയ സംരക്ഷണത്തിനും ഉപയോഗത്തിനുമുള്ള ദേശീയ അന്തർദേശീയ സഹകരണത്തിന് ചട്ടക്കൂട് നൽകുന്ന ഒരു അന്തർ സർക്കാർ ഉടമ്പടിയാണ് റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ്? ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നുണ്ട്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാണ്? ഇൻഡോർ, ഭോപ്പാല്, ഉദയ്പൂർ. ഇനി നമ്മൾ കുറച്ചും കൂടെ വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഈ റാംസാർ പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള രാജ്യങ്ങളാണ് യുണൈറ്റഡ് കിങ്ഡവും അതുപോലെ തന്നെ മെക്സിക്കോയും. അപ്പം ഇത് 2024 കണക്ക് പ്രകാരമാണ് യുണൈറ്റഡ് കിങ്ഡം എത്ര റാംസാർ സൈറ്റുകളാണുള്ളത്? 175. മെക്സിക്കോയിലോ 142. അപ്പം നിലവിലെ കണക്ക് പ്രകാരം എത്രയാണ്? യുണൈറ്റഡ് കിങ്ഡം 176 റാംസാർ സൈറ്റുകളും അതുപോലെ തന്നെ മെക്സിക്കോയിൽ 144 റാംസാർ സൈറ്റുകളുമാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ എത്രയുണ്ട്? ഇന്ത്യയിൽ 100 എണ്ണമാണ് കേട്ടോ. ഇന്ത്യയിൽ നമ്മളത് നോക്കും. ഇന്ത്യയിലെ 100 എണ്ണമാണ്. ചൈനയിലെ 80ഓളം റാംസാർ സൈറ്റുകളുണ്ട് കേട്ടോ. ചൈനയിൽ 80ഓളം റാംസാർ സൈറ്റുകളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് ഏതാണ്? അത് ബൊളീവിയാണ്, വിസ്തൃതിയിലാണ് കേട്ടോ. ബൊളീവിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് ഏതാണ്? ബൊളീവിയാണ്, വിസ്തൃതിയിൽ. ഇത് നോക്കൂ, റാംസാർ കൺവെൻഷന്റെ കീഴിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏതൊരു തണ്ണീർത്തട പ്രദേശവും അതിനെ സംരക്ഷിക്കാനും അതിന്റെ പ്രകൃതി വിഭവങ്ങളുടെ
സുസ്ഥിരമായിട്ടുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതാണ് റാംസാർ സൈറ്റ് എന്ന് പറയുന്നത്. റാംസാർ സൈറ്റ് എന്താണ് ലക്ഷ്യമിടുന്നത്? എന്തൊക്കെയാണ് ലക്ഷ്യമിടുന്നത്? റാംസാർ സൈറ്റ് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ലക്ഷ്യമിടുന്നത്? റാംസാർ കൺവെൻഷന്റെ കീഴിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏതൊരു തണ്ണീർത്തട പ്രദേശവും ഏതൊരു തണ്ണീർത്തട പ്രദേശവും ആയിക്കോട്ടെ, അതിനെ സംരക്ഷിക്കുകയും അതിന്റെ പ്രകൃതി വിഭവങ്ങളുടെ സുസ്ഥിരമായിട്ടുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഈ ഒരു റാംസാർ സൈറ്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വർഷമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1971 ഫെബ്രുവരി 2. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ CPO എക്സാമിന് ഇതുമായി ബന്ധപ്പെട്ട് ഈ എക്സാം അല്ല, ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള CPO എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയപ്പോഴാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. അപ്പം ഈ ഇയറുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്, ഓരോ ഡേറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒരു റാങ്കിലേക്ക് എത്തിക്കുന്ന ഒരു ചോദ്യമാകാം. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇയറുകൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ 1971 ഫെബ്രുവരി 2 യുനെസ്കോ എന്താണ് റാംസാർ സൈറ്റ് സ്ഥാപിച്ചത്. 1971 ഫെബ്രുവരി 2 യുനെസ്കോ ഇത് സ്ഥാപിക്കുന്നത്. 1975 ഇത് നിലവിൽ വരുന്നത്. 1971 ഫെബ്രുവരി 2 ഇത് യുനെസ്കോ സ്ഥാപിക്കുന്നു. അതുപോലെ തന്നെ 1975 ഇത് നിലവിൽ വരുന്നു. അപ്പോ 1971 ഫെബ്രുവരി 2 യുനെസ്കോ ഇത് സ്ഥാപിക്കുന്നത്. 1975 ഇത് നിലവിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എപ്പോഴാണ് ഇത് ഒപ്പുവെക്കുന്നത്? 1982 ഫെബ്രുവരി 1 ഇന്ത്യ ഇത് ഒപ്പുവെക്കുന്നത്. 1982 ഫെബ്രുവരി 1 ഇന്ത്യ ഒപ്പുവെക്കുന്നത് കേട്ടോ. റാംസാർ കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പുവെക്കുന്നത് 1982 ഫെബ്രുവരി 1 ഇന്ത്യ റാംസാർ കൺവെൻഷനിൽ ഒപ്പുവെക്കുന്നത്. ഓക്കെ, ഇന്ത്യ ഒപ്പുവെക്കുന്നത്. ഓക്കെ, എന്നാണ് ഇന്ത്യ റാംസാർ കൺവെൻഷനിൽ ഒപ്പുവെക്കുന്നത് എന്നാണ്? 1982 ഫെബ്രുവരി 1 കേട്ടോ, 1. ഓക്കെ, അത്ര കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നോക്കിയേ, ഇന്ത്യയിലെ ആദ്യത്തെ റാംസാർ സൈറ്റുകളായി അംഗീകരിക്കപ്പെട്ടവ ഏതൊക്കെയാണ്? അത് ഒറീസയിലെ ചിൽക്ക തടാകവും അതുപോലെ തന്നെ രാജസ്ഥാനിലെ കിയോലാഡിയോ നാഷണൽ പാർക്കുമാണ് കേട്ടോ. കിയോലാഡിയോ നാഷണൽ പാർക്കും അതുപോലെ തന്നെ ചിൽക്ക തടാകവുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ റാംസാർ സൈറ്റുകളായി അംഗീകരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ 2024 കണക്ക് പ്രകാരം, 2024 ഓഗസ്റ്റിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ റാംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 85 ആണ്. പക്ഷെ നിലവിൽ എത്രയുണ്ട്? 100 ഉണ്ട് അല്ലേ? നിലവിൽ 100 ഉണ്ട്. മെക്സിക്കോയിൽ എത്രയുണ്ട്? 144. UK എത്രയുണ്ട്? 176. 80ഓളം റാംസാർ സൈറ്റുകളുണ്ട്. എവിടെ? ചൈനയില്. ഓക്കെ, ഇനി അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം അത് തമിഴ്നാടാണ് കേട്ടോ. ഇത് 2024 കണക്കാണ്. നിലവിൽ എത്രയുണ്ട്? 20 റാംസാർ സൈറ്റുകളുണ്ട് കേട്ടോ. 20 റാംസാർ സൈറ്റുകളുണ്ട്. സെക്കൻഡ് ഹയസ്റ്റ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ സ്ഥാനം നിൽക്കുന്നത് ഉത്തർപ്രദേശാണ് കേട്ടോ. ഉത്തർപ്രദേശാണ് എന്താണ് ഇന്ത്യയിലെ രണ്ടാമത്തെ റാംസാർ സൈറ്റുകളായിട്ട് നിൽക്കുന്നത് ഉത്തർപ്രദേശാണ് കേട്ടോ. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. എത്രയാണ്? 20 റാംസാർ സൈറ്റുകളാണ് കേട്ടോ. 20 റാംസാർ സൈറ്റുകളാണ് ഉള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതാണ്? അത് സുന്ദർബൻസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം സുന്ദർബൻസ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസാർ പ്രദേശവും സുന്ദർബൻസ് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടവും ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസാർ പ്രദേശവും സുന്ദർബൻസ് തന്നെയാണ് കേട്ടോ. അപ്പം ഇത് രണ്ടും സുന്ദർബൻസ് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസാർ പ്രദേശവും ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടവും സുന്ദർബൻസ് തന്നെയാണ്. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ തണ്ണീർത്തടം ഏതാണ്? അത് വേമ്പനൂർ വൈറ്റ്ലാൻഡ് കോംപ്ലക്സ് ആണ് കേട്ടോ. തമിഴ്നാട്ടിലെ വേമ്പനൂർ വൈറ്റ്ലാൻഡ് കോംപ്ലക്സ് ആണ്.
ഇനി അടുത്തത് ലോക തണ്ണീർത്തട ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യ തണ്ണീർത്തട പരിപാലന സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോ CPO എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ലോക തണ്ണീർത്തട ദിനം എന്നായിരുന്നു എന്നുള്ളത്. അതെന്താണ്? ഫെബ്രുവരി 2 അപ്പൊ ഓപ്ഷനില് ഫെബ്രുവരി 2 കൊടുത്തിരുന്നു. അറിയാവുന്നവർ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ CPO എക്സാമിന് ഞാൻ ആ ഒരു ചോദ്യം കൊണ്ടുവന്നിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ഇയറുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന ഇയറുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇയറുകളൊക്കെ വരുന്ന സമയത്ത് ഓരോ ദിനങ്ങളൊക്കെ പഠിക്കേണ്ട സമയത്ത് അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പ്രീവിയസ് ഇയറിൽ ഫയർമാൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട എന്താണ് എക്സ്പ്ലെയിൻസും അതുപോലെ പിന്നെ അതിന്റെ വിശദീകരണങ്ങളും അതുപോലെ തന്നെ എന്താണ് വെറ്റ്ലാൻഡ്സ് എന്നുള്ളതും കൂടെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ ഇയറും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഓരോ റാംസാർ സൈറ്റുകളും ഒക്കെ എന്താണ് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. കാരണം നമ്മൾ വിട്ടുകളയുന്ന ഭാഗങ്ങളിൽ നിന്നായിരിക്കും ചിലപ്പോൾ ചോദ്യങ്ങൾ കൂടുതലായിട്ടും വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി പഠിക്കുന്നത് എന്തോ അത് ശ്രദ്ധയോടുകൂടി പഠിക്കുക. പിന്നെന്താണ് കൃത്യമായിട്ട് മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് നോക്കുക. ഈ മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുക. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്ത് നോക്കുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്. നമ്മുടെ ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഫീച്ചേഴ്സ് ഉള്ള വളരെ മികച്ച ഒരു ആപ്പാണ് ചലഞ്ചർ ആപ്പ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ധാരാളം മോക്ക് എക്സാമുകൾ ഡെയിലി ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡെയിലി 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ സാധിക്കും. അങ്ങനെ കുറേ അധികം അടിപൊളി ഫീച്ചേഴ്സ് ഉണ്ട് ചലഞ്ചർ ആപ്പിന്. അപ്പം അറിയാം, അത് യൂസ് ചെയ്യുന്നവർക്കറിയാം ചലഞ്ചർ ആപ്പിന്റെ ഫീച്ചേഴ്സ് എത്രമാത്രം യൂസ്ഫുൾ ആണ് എന്നുള്ളത്. അപ്പം ഉറപ്പായിട്ടും എല്ലാവരും ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മാക്സിമം എന്താണ് നിങ്ങളുടെ ആ ഒരു എന്താണ് മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. ഒരുപാട് കാര്യങ്ങൾ ടോപ്പിക് വൈസ് നമുക്ക് പഠിച്ച് ഓരോ ഭാഗങ്ങളെ എന്താണ് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എന്താണ് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പം ഇനി സമയം ഒട്ടും കളയാനില്ല. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നമുക്ക് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാം. കുറേ ഭാഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ക്ലാസ്സിനിടയ്ക്കൊക്കെ പറയാം കേട്ടോ. അപ്പം കൃത്യമായിട്ട് എഴുതി പഠിച്ചു പോവുക കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.